നമ്മൾ വീണ്ടും അപകട വാർത്തയുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിലേക്ക് പോവുകയാണ്. KSRTC ഉദ്യോഗസ്ഥർ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്, അതിലേക്കാണ്. അപ്പം ഒരാളും പിന്നെ തൊട്ടടുത്ത് ഈ ഏരിയയിലുള്ള 3 പേരുമാണ് മരിച്ചതെന്നായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. ഇതിൽ ബസ് ഓടിച്ചിരുന്നത് 2 ഡ്രൈവർമാരിൽ വലിയ പരിക്കുകളൊന്നും ഇല്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. മറ്റ് വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. ഈ യാത്രക്കാരിൽ ബഹുഭൂരിഭാഗം ആൾക്കാർ സ്ഥിരമായി ഇവിടുന്ന് പുറപ്പെടുന്ന നമ്മുടെ ടൂറിൽ പങ്കെടുക്കുന്ന യാത്രക്കാരാണ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ അപകടത്തിൻ്റെ കാരണത്തെക്കുറിച്ച് നമുക്ക് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ആൾക്കാർ പറഞ്ഞ് നമുക്ക് ചാനലിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത് ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിട്ടുള്ള കാര്യമേ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ജീവനക്കാരോട് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ വിളിക്കുന്നുണ്ട്, ആരെയും കിട്ടുന്നില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ നമുക്ക് കൃത്യമായ വിവരങ്ങൾ കിട്ടും. കാരണം ഇവിടുന്ന് ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്. ഇവിടുന്ന് തഞ്ചാവൂരിലേക്കാണ് പുറപ്പെട്ടത്. വെളുപ്പിന് 3 മണിക്കാണ്, 5-ാം തീയതി വെളുപ്പിന് 3 മണിക്കാണ് പോയത്. അവിടെ എല്ലാം യാത്ര കഴിഞ്ഞു. തിരിച്ച് മാവേലിക്കരയ്ക്ക് വരുന്ന വഴിയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. യാത്രക്കാരിൽ ബഹുഭൂരിഭാഗം ഉറക്കത്തിലായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതിനൊന്നും നല്ല കൺഫർമേഷൻ ഒന്നും ആയിട്ടില്ല. ഉദ്യോഗസ്ഥർ പോയിട്ടുണ്ട്, സംഭവ സ്ഥലത്തെത്താൻ എത്തിയിട്ടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമായ വിവരങ്ങൾ കിട്ടുന്നതായിരിക്കും. 6 മണിക്ക് എത്തേണ്ടതാണ്. ബസ് ലേറ്റായും തോന്നുന്നു. ബജറ്റ് ടൂറിസം കഴിഞ്ഞ ആഴ്ചയും പോയിട്ടുണ്ട്. ആദ്യത്തെ സംഭവമാണിത്. വേദനാജനകമായ സംഭവമാണ്. എല്ലാവരെയും പോലെ ഞാനും വേദനിക്കുകയാണ്. മാവേലിക്കരയിലെ KSRTC ഉദ്യോഗസ്ഥൻ്റെ പ്രതികരണമാണ് കേട്ടത്. ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. കാര്യങ്ങൾ കൂടുതൽ വിശദമായി പരിശോധിച്ച ശേഷം പറയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹവും വാർത്തകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള വിവരങ്ങളാണ് അവർക്കും കിട്ടിയിട്ടുള്ളത്. രഘു നമുക്കൊപ്പം ചേരുന്നുണ്ട്. രഘു, എന്തായാലും അദ്ദേഹം പറഞ്ഞ പോലെ ശരി, രഘുവിലേക്ക് വരാം. 3 ജീവനക്കാർ ബസ്സിലുണ്ടായിരുന്നു. കൊട്ടാരക്കര ഡിപ്പോയിലെ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ ജീവനക്കാർ 3 പേരും മാവേലിക്കര സ്വദേശികൾ തന്നെയാണ്. അപകടത്തിൽ മരിച്ചവർ രമ, അവർ മുള്ളിക്കുളങ്ങര സ്വദേശിയാണ്. 55 വയസ്സാണ് രമാമോഹനുള്ളത്. അരുൺ, സംഗീത് എന്നിവർ തട്ടാരമ്പലം സ്വദേശിയാണ്. അപകടത്തിൽ മരിച്ച 4ാമത്തെ ആൾ ബിന്ദുവാണ്, മാവേലിക്കര സ്വദേശിയാണ്. ഇവർ 4 പേർക്കുമാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത്. മാവേലിക്കര MLA MS അരുൺകുമാർ അടക്കം അപകട സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. KSRTCയുടെ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ചെന്ന് വാഹനമൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമേ എന്താണ് യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നയിച്ചത് എന്ന് അവർക്ക് ഔദ്യോഗികമായി പറയാൻ കഴിയൂ. നിലവിൽ ബ്രേക്ക് നഷ്ടപ്പെട്ടതാകാം, അങ്ങനെ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിക്കുന്നതിനിടയിൽ സംഭവിച്ചതാണ് ഈ അപകടം. യാത്രക്കാരിൽ കൂടുതൽ ആളുകളും ഉറക്കത്തിലായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. രഘു ചേർന്നുണ്ട്. രഘു, ഉദ്യോഗസ്ഥർ അങ്ങോട്ടേക്ക് എത്തുന്നു. വൈകാതെ തന്നെ KSRTC കാര്യത്തില്ലേ എന്താണ് അപകടത്തിലേക്ക് നയിച്ചതെന്ന കാര്യത്തിലൊക്കെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകും അല്ലേ? അതെ ദിവിഷ്, കാരണം നമുക്കറിയാവുന്നതുപോലെ തന്നെ KSRTCയുടെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗ്ഗമാണ് ഈ ബജറ്റ് ടൂറിസം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ ഒട്ടുമിക്ക KSRTC ബസ് സ്റ്റേഷനുകളിൽ നിന്നും ഇത്തരത്തിൽ സ്ഥിരമായി ബജറ്റ് ടൂറിസം പോകാറുണ്ട്. അത് ഒരു കഴിഞ്ഞ തവണയോ മറ്റോ ആണ്. അതിന് ഒരു ഏകദേശം 2 ദിവസം മുമ്പാണ് വർഷത്തിൽ 100-ഓ 150-ഓ അങ്ങാണ്ടായവരുടെ ആഘോഷമൊക്കെ സംഘടിപ്പിച്ചിരുന്നത്. ഈ അപകടത്തിൽപ്പെട്ടവരും ഇത്തരത്തിൽ മാവേലിക്കരയിൽ നിന്ന് സ്ഥിരമായി ഇത്തരത്തിൽ ബജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള വിനോദയാത്രയ്ക്ക് പോകുന്ന ആളുകളാണ്. ഇത് മാത്രവുമല്ല, ഇവിടെ നിന്ന് മാവേലിക്കരയിൽ നിന്നും മറ്റൊരു വണ്ടി, മാവേലിക്കര ഡിപ്പോയുടെ വണ്ടി മറ്റൊരു ടൂർ പ്രോഗ്രാമിന് പോയതുകൊണ്ട് കൊട്ടാരക്കരയിൽ നിന്നാണ് വാഹനം ഡിപ്പോയിൽ നിന്ന് കൊണ്ടുവന്ന് അവിടുന്ന് പുറപ്പെട്ടതാണ്. ഇന്ന് 7 മണിയോടുകൂടി സംഘം തിരിച്ച് ഇവിടെ എത്തേണ്ടതായിരുന്നു. നമ്മളോട് അല്പസമയം മുമ്പ് സംസാരിച്ച നമ്മുടെ കൺട്രോളിംഗ് ഇൻസ്പെക്ടറാണ് കൂടെയുള്ളത്, സ്റ്റേഷൻ മാസ്റ്ററാണുള്ളത്. ചേട്ടാ, എപ്പോഴായിരുന്നു വണ്ടി തിരിച്ചെത്തേണ്ടിയിരുന്നത്? ഒരു 7 മണിക്കുള്ളിൽ എത്തേണ്ടതാണ് സാധാരണ ബസ്. പക്ഷേ ഇത് ഇത്തിരി ലേറ്റായെന്ന് തോന്നുന്നു. കറക്റ്റായിട്ട് വിവരങ്ങൾ അറിയുന്നില്ല. നമ്മൾ എത്ര മണിക്കാണ് നമ്മൾ അപകടം നടന്നു എന്ന് അറിയുന്നത്? അപകടം ഇവിടെ അറിയുന്നത് ഒരു 6:30 തോന്നുന്നു. ഇവിടെ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചു, ഒരു യാത്രക്കാരനാണ് വിളിച്ചു പറഞ്ഞത് അവിടുന്ന് ഇങ്ങനെ വണ്ടി അപകടത്തിൽപ്പെട്ടു, ഇങ്ങനെ കുറച്ച് പേർക്ക് പരിക്കുണ്ടതായിട്ടേ അറിഞ്ഞു. നിസ്സാര പരിക്കെന്നൊക്കെയാണ് ആദ്യം നമുക്ക് കിട്ടിയ വിവരങ്ങൾ. കൂടുതൽ ഡീറ്റെയിൽസ് തൊട്ടടുത്ത സമയത്താണ് അറിഞ്ഞത് തന്നെ. ഈ സ്ഥിരം യാത്രക്കാരാണോ ഇവരെല്ലാം? സ്ഥിരമായ യാത്ര, നമ്മുടെ ബഡ്ജറ്റ് ടൂറിസം ഭാഗമായിട്ട് യാത്ര ചെയ്യുന്ന യാത്രക്കാരാണ് ഇവരെല്ലാം. കുറേയധികം പേര് സ്ഥിരമായി യാത്ര ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഒരുപാട് നമ്മൾ ടൂറിസം നടത്തിയിട്ടുണ്ട്. അതിനകത്തൊക്കെ സ്ഥിരമായി വരുന്ന ആൾക്കാരാണ്, ഈ പ്രദേശത്തുള്ളവരാണ്.
കൂടുതൽ പേര്. ഇവർ ബന്ധുക്കളൊക്കെയാണോ അതോ പരിചയക്കാരാണോ, അങ്ങനെ എന്തെങ്കിലും ഒരു ഗ്രൂപ്പോ അങ്ങനെ വല്ലതും എന്തെങ്കിലും അറിയാമോ? ഇവർ ചിലർ കുടുംബ സമേതം വന്നവരുണ്ട്, അല്ലാതെ വന്നവരുണ്ട്. ഏതായാലും ഇവരെല്ലാം സ്ഥിരം നമ്മുടെ യാത്രക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഓൺലൈനിൽ കയറി ബുക്ക് ചെയ്താണ് ഇവർ. നമ്മൾ ഇതിൻ്റെ പരസ്യം കൊടുക്കുമ്പോൾ തന്നെ അവർ അതിനകത്ത് കയറി ബുക്ക് ചെയ്ത് ആണ് അറിയുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ അഡ്രസ്സ് കൂടുതൽ കിട്ടിയിട്ടില്ല. ഇവരുടെ പേരും ഫോൺ നമ്പറുമാണ് നമുക്ക് നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. നമ്മൾ ഈ ഹോൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് ഈ 2 ഡ്രൈവർമാരെ നിയോഗിച്ചത്? അല്ല, ഇതിൻ്റെ ദൂരയാത്രയ്ക്കെല്ലാം നമ്മൾ രണ്ട് ഡ്രൈവർമാരാണ് സ്ഥിരമായി നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം 2 പേർ കൂടെ ഒരാൾക്ക് മാത്രം ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യാത്രക്കാരുടെ സേഫ്റ്റിയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ 2 ഡ്രൈവർമാരെ ഏർപ്പെടുത്തിയത്. അപ്പോൾ ഇവിടെ നിലവിൽ 2 ഡ്രൈവർമാരും ഒരു കോർഡിനേറ്ററുമാണ് പോയിരിക്കുന്നത്. അത് ടൂർ കോർഡിനേറ്ററാണ്. 34 പാസഞ്ചേഴ്സും 3 ബസ് ജീവനക്കാരുമാണ് ഇതിനകത്തുള്ളത്. എല്ലാവർക്കും പരിക്ക് പറ്റിയിട്ടുണ്ട്, അങ്ങനെ എന്തെങ്കിലും നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്? വിവരങ്ങൾ കൂടുതൽ നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കണം. കാരണം നമ്മൾ ഇവിടുന്ന് ഉദ്യോഗസ്ഥരെല്ലാം സംഭവ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടെ ജനറൽ സിയും MLA ഉൾപ്പെടെയുള്ളവരെല്ലാം അങ്ങോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ അവരിൽ നിന്ന് അറിഞ്ഞെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റും. ഇന്നലെ വെളുപ്പിനെ ഇവിടുന്ന് പുറപ്പെട്ട് ഇന്ന് വെളുപ്പിന് 3 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. വെളുപ്പിന് 3 മണിക്ക് പുറപ്പെട്ട് 34 യാത്രക്കാരും 3 ബസ് ജീവനക്കാരും. അതിൽ 2 ഡ്രൈവർമാരും, ഒരാൾ പെർമനൻറ്റ് സ്റ്റാഫാണ്, ഒരാൾ ബദലായിട്ടുള്ള കയറിയാണ്. കമ്പം തേനി തഞ്ചാവൂർ. എന്നിട്ട് തിരിച്ചു വരികയാണ്. അങ്ങോട്ട് യാത്രയൊക്കെ സുഖകരമായിരുന്നു. അപ്പം സുഖകരമായ യാത്രയാണെന്ന് വിളിച്ച് ചോദിച്ചപ്പം സുഖകരമായ യാത്രയായിരുന്നു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇത് വെളുപ്പിനായതുകൊണ്ട് എല്ലാവരും ഉറക്കത്തിലായിരുന്നു. പുറയിൽ ഉള്ളവർക്കാണ് അപകടം പറ്റിയെന്നാണ് നമുക്കിപ്പം അറിയാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവനക്കാരോട് വല്ലതും സംസാരിച്ചോ? ജീവനക്കാരോടല്ല, ഇതിനകത്ത് ഒരു ജീവനക്കാരൻ ടൂറായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അയാളെ ഞാൻ അന്നേരം തന്നെ വിളിച്ചു. ഒരു 6:30 ആയപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് പരിക്കൊന്നുമില്ല, ശരീരം ഒന്നും ഒലഞ്ഞതേ ഉള്ളൂ. പിന്നെ മറ്റുള്ളവരുടെ കാര്യം കൂടുതൽ അറിയാൻ കഴിഞ്ഞില്ല. കോർഡിനേറ്റർ ഒരു ലേഡിയാണ്, രമ്യ എന്ന് പറയും. അതിനെക്കുറിച്ച് തിരക്കിയപ്പോൾ പറഞ്ഞു അതിന് തലയ്ക്ക് ഇഞ്ചുറി ഉണ്ട് എന്ന് തിരക്കി. മറ്റ് യാത്രക്കാരെ കുറിച്ച് ചോദിച്ചപ്പോൾ ഒന്നും അറിയാൻ കഴിയുന്നില്ല, ഹോസ്പിറ്റലിൽ നിൽക്കുക എന്ന് പറഞ്ഞു. ഫോൺ കട്ടായി. എന്താ സംഭവിച്ചതെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ നമുക്ക് ചാനലിലൂടെ കിട്ടിയ വാർത്തകൾ മാത്രമേ നമ്മുടെ കയ്യിൽ മുന്നിലുള്ളൂ നിലവിൽ. ഉറക്കമൊക്കെ ആയതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് ചിലപ്പോൾ ആളുകൾക്ക് അതായിരിക്കും. ആദ്യം കിട്ടിയ വിവരം എന്ന് പറയുന്നത് വലിയ പരിക്കുകളൊന്നും ആർക്കും ഇല്ല എന്നുള്ള വിവരം ചാനലിൽ വന്നതുപോലെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ പിന്നീടാണ് ഇത് കൂടുതൽ അറിയുന്നത്. നമ്മൾ ഈ ബജറ്റ് ടൂറിസത്തിനൊക്കെ പോകുന്ന വണ്ടി കുറച്ചുകൂടെ എപ്പോഴും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടി കൂടി, അങ്ങനെയുള്ള വണ്ടി തന്നെയാണ് പോയേക്കുന്നത്. ബഡ്ജറ്റ് ടൂറിസത്തിന് നല്ല വണ്ടികളാണ് എപ്പോഴും നമ്മൾ കരുതുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വണ്ടികളാണ്. അത് ഞാൻ പോകുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ എല്ലാം ക്ലിയർ ചെയ്തു, എല്ലാ വർക്കുകളെല്ലാം നടത്തി അത് കറക്റ്റ് ചെയ്യാറുണ്ട്. നമ്മുടെ വണ്ടി പോയതുകൊണ്ടാണോ ഇപ്പം ഇത് കൊട്ടാരക്കരയിൽ നിന്ന് വിളിച്ചത്? നമ്മുടെ വണ്ടി ബഡ്ജറ്റ് ടൂറിസ്റ്റ് ഭാഗമായിട്ട് പോയതുകൊണ്ടാണ് നമ്മൾ പകരം അത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരമായി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരം വണ്ടികൾ ബഡ്ജറ്റ് ടൂറിസ്റ്റിന് വേണ്ടി മാത്രമുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് പോയിരിക്കുന്നത്. താങ്ക് യു. എന്തായാലും ഇതാണ് സ്റ്റേഷൻ ഇൻസ്പെക്ടർക്ക് അതാണ് പറയാനുള്ളത്. ഇവിടെ നിന്ന് ഇന്നലെ പുലർച്ചെ പുറപ്പെട്ട് ഇന്ന് പുലർച്ചെ ഒരു 7 മണി 8 മണിയോടുകൂടി ഇവിടെ എത്തേണ്ട വണ്ടിയായിരുന്നു. എന്തായാലും അത്യന്തം ദുഃഖകരമായൊരു സംഭവമാണ്. ഈ ചുറ്റുവട്ടം മാവേലിക്കര, തട്ടാരമ്പലം, മുള്ളിക്കുളങ്ങര, അതായത് ഒരു 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകളാണ് യാത്ര പുറപ്പെട്ടത്. ശരി രഘു, എന്തായാലും സങ്കടകരമായ കാര്യമാണ്. പരിക്കേറ്റ 20 പേർ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലും മറ്റ് 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ്. അതായത് ഗുരുതരാവസ്ഥയിലുള്ളവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരുന്നു. പരിക്കേറ്റ ഡ്രൈവർമാരും കണ്ടക്ടറും നിലവിൽ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നറിയുന്നു. മരിച്ച ബിന്ദുവിന്റെ മൃതദേഹം പാലാ മാർസ്ലീവ് ആശുപത്രിയിലും മറ്റു 3 പേരുടെ മൃതദേഹം മുണ്ടക്കയം MMT ആശുപത്രിയിലും സൂക്ഷിച്ചിരിക്കുകയാണ് എന്നാണ് അറിയുന്നത്.